ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്ട്രീറ്റ് ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ തട്ടുകടകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് മുട്ടക്കപ്പ മസാല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കപ്പ അഥവാ കൊള്ളി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ് മഞ്ഞളും ഉപ്പുമിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. നമ്മുടെ മസാല മിക്സ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാള നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക. സവാള അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സവാളയും ആ ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 ഉണക്കമുളകാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അല്പനേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ശേഷം കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെറു കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്ത കപ്പ ഇത്തിരിശയായി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുള്ള കപ്പയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കപ്പ ഇതിലേക്ക് ഇത്തിരിശയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. എന്നാലാണ് ആ കപ്പ കഷ്ണങ്ങളും അതിൽ നേരത്തെയുള്ള മസാല മിക്സും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായി നമ്മൾ മിക്സാക്കി എടുക്കണം. അപ്പോൾ കപ്പ കഷ്ണങ്ങൾ ഇത്തിരിശ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അല്പനേരം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കപ്പ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ കപ്പ കഷ്ണങ്ങളൊക്കെ 4 സൈഡുകളിലേക്ക് മാറ്റിയിട്ട് നടുക്കിലൊരു ചെറിയ സ്പേസ് അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു 3-4 മുട്ട എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിൽ ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്ത് നന്നായി ഇളക്കി എടുക്കുക. ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് വെന്ത് വരാനായിട്ട് നമ്മൾ നന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ അല്പനേരം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മുട്ട നന്നായിട്ട് വെന്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് വരും. ഇനിയത്തെ നമ്മളുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഈ മുട്ടയും നമ്മുടെ കപ്പയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു തവിക്ക് പകരം 2 തവി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടയും കപ്പയും തമ്മിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പോൾ കുഴഞ്ഞു പോകാതെ തന്നെ നിങ്ങൾക്ക് ഇത് മിക്സാക്കി എടുക്കാൻ പറ്റും. ഒരു തവി കൊണ്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ കപ്പ കഷ്ണങ്ങൾ കുറച്ചുകൂടി ചെറിയ പീസാക്കാൻ പറ്റും. വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കപ്പയും മുട്ടയും തമ്മിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഫുഡാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.